മൈലാപ്പൂരെ കുരിശ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് പേർഷ്യയിൽ നിന്ന് വന്ന ഒരു വിഭാഗത്തിൻ്റേതാണെന്നുള്ളത് കറക്റ്റാണ്. അത് നമ്മുടെ ക്രിസ്ത്യാനികൾ അത് ക്രിസ്തുമതത്തിൻ്റേത് പോർച്ചുഗീസുകാരാക്കി കഴിഞ്ഞപ്പോൾ നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്തത് താമരയിൽ വളർന്ന കുരിശാണെന്നുള്ളത്. ഈ താമര ഉണ്ടാകുന്നത് തന്നെ നെസ്തോറിയ മതം ചൈനയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സിൻക്രറ്റിസത്തിൽ നിന്നാണ് ഈ താമര വരുന്നത്. അതുവരെയും പേർഷ്യൻ സാമ്രാജ്യത്തിലൊന്നും താമരയിലിരിക്കുന്ന കുരിശ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് മുഴുവൻ ഈ ഫ്ലൈവിങ്ങിലിരിക്കുന്ന കുരിശാണ്. അപ്പോൾ പേർഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈവിങ്ങിലെ കുരിശാണ് ഉണ്ടാകുന്നത്. ഒന്ന്. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിരിക്കുന്നത് ഒരു സ്തംഭം, അതായത് ഒരു പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ മുകളിൽ 2 മകരജീവികൾ വെച്ചിട്ടുണ്ട്. ഈ മകരജീവികളുടെ വായിൽ നിന്ന് ഒരു ബൾബ് പോലെ, അതായത് ഒരു ബോള് പോലെ വൃത്തഗോളങ്ങളിൽ പോലെ മുകളിലേക്ക് ഉയർന്നു പോകുന്നതും അത് മുകളിലെ വെൻറ്റിൽ കൂടി പുറത്തേക്ക് പോകുന്നതുമായിട്ട് ദ്രവിക്കുന്നത്. ഇതിനൊരു സിംബലൈസേഷനുണ്ട്. മകര എന്ന് പറയുന്നത് ഈ ഡാർക്ക് ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇരുട്ടിൻ്റെ ജീവികളായിട്ടാണ് മകര. അത് ഏഷ്യയിൽ മുഴുവനുണ്ട്, ഇന്ത്യയിലും ഉണ്ട്, പേർഷ്യയിലും ഉണ്ട്, ഈ പറയുന്ന ചൈനയിലും എല്ലാം മകരജീവികളെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാക്കൾ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ജീവികളായിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ അതിലുപയോഗിച്ചിരിക്കുന്ന വേറൊരു സിംബലൈസേഷൻ എന്ന് പറയുന്നത് ഈ മകര കടിച്ചു പിടിക്കുന്ന പേൾസ്, അത് ഹ്യൂമൻ സോള്, നമ്മുടെ ആത്മാക്കളായിട്ടാണ് അതിനെ സിംബലൈസ് ചെയ്യുന്നത്. ഈ മകര ഇരുട്ടിൻ്റെ ജീവികളുടെ ബന്ധനത്തിൽ നിന്ന് കുരിശിൻ്റെ ശക്തിയാൽ റിലീസ് ചെയ്യപ്പെടുന്ന ആത്മാക്കളെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് പെർഫെക്റ്റ്ലി മാനിക്കെയിൻ ഓണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിക്കെയിൻ ഫിലോസഫി എന്ന് പറയുന്നത് ഡ്യുവലിസമാണ്. അതായത് ഇവിടെയെല്ലാം ഉള്ള സംഗതി, ഈ അഖിലാണ്ടത്തിലെല്ലാം ഇരുട്ടിൻ്റെ ശക്തിയും വെളിച്ചത്തിൻ്റെ ശക്തിയുമാണുള്ളത്. ഈ 2 ശക്തികളും തമ്മിലുള്ള മത്സരമാണ് ഈ ലോകത്തിൽ അഖിലാണ്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാക്കൾ വെളിച്ചത്തിൻ്റെ ഭാഗവും മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇരുട്ടത്തിൻ്റെ ഭാഗവുമാണ്. ഇപ്പം നമ്മളെല്ലാം സ്വതന്ത്രരാണ്. നമ്മുടെ ആത്മാക്കളെ ഇവർ പിടിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് ആത്മാക്കളെ റിലീസ് ചെയ്ത് വെളിച്ചത്തിൻ്റെ ദൈവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇരുട്ടിൻ്റെ ജീവികൾ എന്ന് പറയുന്ന മകരകൾ യഥാർത്ഥത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഇരുട്ടിൻ്റെ ശക്തി പിടിച്ചു വച്ചിരിക്കുന്ന മനുഷ്യ ആത്മാക്കളെയാണ്. ഈ മകരകളുടെ വായിൽ നിന്നും കുരിശു മരണത്താൽ രക്ഷ നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കുരിശ് മാനിക്കീസത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീ വോൺകോക്ക് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കണ്ടെടുത്ത കൊച്ചോയിലെ മാനിക്കൻ അമ്പലത്തിൽ നിന്ന് ഇതിന് സമാനമായ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ജപ്പാനിൽ നിന്ന് കിട്ടിയ സുയിൻജു ടെമ്പിളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ, ഇതെല്ലാം ചൈനയിൽ നിന്ന് പോയത്, ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ മാനിക്കേയിസം കുരിശിനെ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഒരു മാനിക്കെയിൻ സ്ക്രോള് 19 അതിൽ ഒരു പ്രാർത്ഥനയുണ്ട് യേശുവിനോട്. മാനിക്കെയിൻ ഈശു എന്ന് പറയുന്ന ഈശുവിനോട് മകരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷനെ റീഡിങ്, മാനിക്കെയിൻ ഒണ്ടോളജിക്കൽ പ്രിൻസിപ്പിൾസ്, ഇതിൻ്റെ സിംബലൈസേഷൻസ്, ഇത് നമ്മൾ ഒത്തുചേർത്ത് അനലൈസ് ചെയ്യുമ്പോൾ, കൂടാതെ ഈ എക്സ്കവേറ്റേഴ്സ് 3 പ്രാവശ്യം മൈലാപ്പൂർ എക്സ്കവേഷൻ നടത്തിയിട്ടും സെൻട്രൽ ഏഷ്യയിൽ നിന്നോ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നോ കിട്ടാത്ത ഒരു കുരിശ് പോലും, സ്പ്ലൈഡാം കുരിശുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നെസ്തോറിയന്മാരുടെ ഐഡൻറ്റിറ്റിയായ സ്പ്ലൈഡാംഡ് കുരിശുകൾ, സ്പ്ലൈഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡും സെൻട്രൽ വരുമ്പോൾ ഒന്നിച്ചിരിക്കും, മുകളിലേക്ക് വരുമ്പോൾ സ്പ്ലൈഡ് ചെയ്ത് വരുന്ന കുരിശുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് സെൻറ്റ് തോമസിൻ്റെ ഖബറിടമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അത് ക്രിസ്ത്യാനികളുടേതായിരുന്നെങ്കിൽ, അവിടെ ഒരു സെമിനാരിയും ഒരു വലിയ ചർച്ചുമുണ്ടെന്ന് നമ്മൾ അവകാശം ഉന്നയിക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ ആർക്കിയോളജിക്കൽ, ഒരു മർഹബ്സ, ഒരു ധൂപക്കുറ്റി, ഒരു തബ്ലൈത്ത, ഒരു കാസ, ഒരു പീലീസ നമുക്ക് കിട്ടിയിട്ടില്ല. വായ്?
ചരിത്രം പഠിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്